എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ കാണിച്ച ബില്ല് നീ അടയ്ക്കോ ഞങ്ങൾ അടയ്ക്കണോ എന്ന് രാജീവൻ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ അടച്ചോളാം, അതിങ്ങ് തന്നേരേ എന്ന്. അന്നേരം ശിവൻ ചോദിക്കും, അപ്പോൾ നിനക്ക് ആ വീട്ടിലേക്ക് പോയി അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോവുകയില്ല. അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണം. ഏതോ ഒരുത്തിയുടെ കൂടെ കുത്തഴിഞ്ഞ് ജീവിച്ചിട്ട് അതിലുണ്ടായ ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നു. അവിടേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, എടി നീ നല്ലവളായിരുന്നോ? നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള കാര്യം നീ ചിലപ്പം മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാ എന്ന് പറയുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെ എനിക്കൊരു തെറ്റുപറ്റി, അതുപോലെ അയാൾക്കും ഒരു തെറ്റുപറ്റി, അത് അവിടെ തീരണം. അല്ലാതെ അതിലുണ്ടായ കുട്ടിയെ വീട്ടിൽ കൊണ്ടേ മകളാണ് എന്ന് പറഞ്ഞ് ഞാൻ എവിടെയും പാർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്ന് പറയുവാണ്. അല്ലെങ്കിൽ അവൾ അവിടുന്ന് മാറ്റണം എന്ന് പറയും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, അതിന് ബാലേന്ദ്രന് കുറച്ച് സമയം കൊടുക്കണം, അയാൾ അവിടുന്ന് അവളെ മാറ്റിക്കോളും, വിവാഹം കഴിപ്പിച്ച് വിടാനോ എന്തോ ആണ് മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ അതും കേട്ട് അങ്ങോട്ട് പോകാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് ശമ്പളമുണ്ട്, സ്വന്തമായ വ്യക്തിത്വമുണ്ട്, ഞാൻ എൻ്റെ അധ്വാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങളെ മാറ്റാൻ പുറത്തു നിന്നുള്ള ആർക്കും സാധിക്കില്ല. അത് അമ്മയായാലും ആങ്ങളമാരായാലും ആരായാലും എൻ്റെ തീരുമാനം ഞാൻ മാറ്റില്ല എന്ന് പറയുമ്പം രാജീവിന് ഇത്തിരി ദേഷ്യം വരുവേ. രാജീവൻ പറയുന്നുണ്ട്, ഏതായാലും കൊള്ളാടി, എന്നാൽ ഒരു കാര്യം കൂടി നീ അങ്ങ് അറിഞ്ഞോ, ഞങ്ങൾ ഇനി നിന്നെ കാണാനായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരികയില്ല. അതിന് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നാളെ തന്നെ ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. ഏതായാലും നിന്നെ നോക്കാം, നീ തന്നെ ധാരാളമാണ് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൊള്ളാം, നല്ല ആങ്ങളമാർ, കാലിൽ രണ്ടും ഒടിഞ്ഞ് കട്ടിലെ അനങ്ങാതെ കിടക്കുന്ന കൂടപ്പുറപ്പിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, എടി നിൻ്റെ വാക്ക് കേട്ട് കിട്ടിയ ഫ്ലൈറ്റിനെ പാഞ്ഞു പറക്കി ഇങ്ങോട്ട് വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. എന്നിട്ട് ഇത്രയും നാളും ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ നിന്നു. എന്നിട്ടും നീ എന്താ പറയുന്നത്? നിനക്ക് പ്രത്യേകിച്ച് ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല മുന്നോട്ട് ജീവിക്കാൻ. കാലും കയ്യും അനങ്ങിയെല്ലും വായി കിടക്കുന്ന നാക്ക് മതിയല്ലോ, അതുകൊണ്ട് നീ അങ്ങ് ജീവിച്ചോളും എന്ന് പറയുവാണ്. അത് കേൾക്കുന്ന വൈജയന്തി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോരുന്നു. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയും കൃഷ്ണമോളെയാണ്. രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ഒരാൾ പഠിക്കുന്നു, ഒരാൾ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അലീന അങ്ങോട്ട് വരും. എന്നിട്ട് ചായയൊക്കെ കൊടുത്തിട്ട് അവിടെ പയ്യെ ഇരിക്കുവാണ്. അന്നേരം ഒരു പീസ് പത്രം എടുത്തു ബാലേന്ദ്രൻ കയ്യിലോട്ട് കൊടുക്കും. അതും കൈ പിടിച്ചുകൊണ്ട് അലീന ബാലേന്ദ്രനോട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പം എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്തൊന്ന് പോകണം, അതുപോലെ ചിന്നുക്കുട്ടിയെ ഒന്ന് കാണണം, അവരുടെ അടുത്തേക്ക് ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത് എന്ന്. അന്നേരം അലീന പറയും, അതിനെന്താ കുഴപ്പം, കൃഷ്ണമോളുണ്ടല്ലോ, പിന്നെ ബബിത ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പോയിക്കോട്ടെ, പിന്നെ അതും ഇല്ലെങ്കിൽ രോഹിത്തും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവരുണ്ടായിട്ടും കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അന്നേരം അപ്പം ഞാൻ പോകണ്ടേ, എന്നെ ഹോസ്പിറ്റലിലോട്ട് അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ പോയി ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുകൊണ്ട് വരാൻ പറ്റുന്നില്ല എന്ന് രേവതിക്കുട്ടിയോട് പറയായിരുന്നു. ഇതിപ്പോൾ അതും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, നീ പൊയ്ക്കോ, പോകുന്നതിന് മുമ്പ് എന്നാ പോകുന്നേ എന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമായാലും എനിക്ക്. എങ്കിൽ ഞാൻ മറ്റന്നാൾ പൊയ്ക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനി ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ചായ കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു വീട്ടിൽ ബെഡ്റൂമിലിരുന്ന് നമ്മുടെ അലീനയുടെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കുവാണ്. അന്ന് ആദ്യം കണ്ടപ്പം അവർ രേവതിക്കുട്ടിയോട് കൂടെ ഒരു പാർക്കിലൊക്കെ പോയില്ലേ, ആ ഫോട്ടോസൊക്കെയാണ്. അതൊക്കെ സൂം ചെയ്തൊക്കെ നോക്കി കഴിയുമ്പം അലീനയെ വിളിക്കണമെന്നൊരു മോഹം. അങ്ങനെ അലീനയെ വിളിക്കുന്നു. അലീന ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്തെടുക്കുമായിരുന്നു എന്ന്. ഞാനിവിടെ ഫോൺ വിളിക്കുവാണ് എന്ന് പറയുമ്പോൾ, അതെനിക്ക് മനസ്സിലായി, അതിനു മുമ്പ് എന്തെടുക്കുവാണ് എന്നാ ചോദിച്ചത് എന്ന് പറയുമ്പം, വേറെ എന്ത് ചെയ്യാൻ, അടുക്കളപ്പണി തന്നെ എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, അതിൽ നിന്ന് ഇതുവരെ മോചനം കിട്ടിയില്ല അല്ലേ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എന്ന് ചോദിക്കുമ്പം, ഇടയ്ക്കിടയ്ക്ക് മോചനം കിട്ടും, ആ സമയത്ത് ഞാനൊന്ന് പോയി കുളിക്കും, ഇടയ്ക്ക് മോചനം കിട്ടുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുസൃതി പറയുവാണ്. അന്നേരം എടി, ഈ സമയത്ത് നീ എൻ്റെ അടുത്തുണ്ടായിരുന്ന നിൻ്റെ രണ്ട് ചെവിയും പിടിച്ച് ഞാൻ കിഴിക്കേനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ പരിപാടി, ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്നാ ചെയ്യാനാ, ഞാനാണെങ്കിൽ ആ ബാംഗ്ലൂർ മര്യാദയ്ക്ക് ജോലിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. നാട്ടിൽ വന്നപ്പം മുത്തശ്ശൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി സ്നേഹസദനത്തിൽ, അതിനുശേഷം എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്ന് പറയുമ്പം ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം മനു പറയുക, ആഴ്ചയിൽ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര ഹോം സിക്കൻസ് ആണ് എന്ന് പറയുവേ. അന്നേരം അലീന ചോദിക്കും, ഏത് വീട്ടിലോട്ടാണ് വരുന്നത് എന്ന്. അന്നേരം മനു പറയുവാണ്, ഞാൻ കടപ്പാട്ടൂരേക്കാണ് വരുന്നത്, അതെന്താണ് എന്നറിയത്തില്ല,
അറിയത്തില്ല, വടക്ക് നോക്കി യന്ത്രം പോലെയാണ്, എവിടെ കൊണ്ടുവച്ചാലും കടപ്പാട്ടൂരിലേക്ക് തന്നെ അതിൻ്റെ സൂചി തിരിഞ്ഞിരിക്കും, അതെന്തുകൊണ്ടാണ് എന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറയുവാണ്. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബബുദേവ് രോഹിത്തും ഒക്കെ എന്ന്. അന്നേരം അവർക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്, മാറുമായിരിക്കും, ഞാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുവാണ് മനു. അന്തെങ്കിൽ അലീന പറയും, അതേ മനുവേട്ട എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ മറ്റന്നാൾ രേവതിക്കുട്ടിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അന്നേരം മനു, ഓ മറ്റന്നാളല്ലേ, മറ്റന്നാൾ ഞാൻ എറണാകുളത്ത് പോകുന്നുണ്ട്, ഞാൻ കൊണ്ടുപോകാൻ നിന്നെ എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണോ, അത് ശരിയാകില്ല, മനുവേട്ടന് പോകേണ്ടത് ടെക്നോ പാർക്കിലേക്കല്ലേ, എനിക്ക് അങ്ങോട്ടേക്കല്ലല്ലോ പോകേണ്ടത് എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ നിന്നെ രേവതിക്കുട്ടിയുടെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോഴും എനിക്കൊരു വിഷമമാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ മനുവേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പം എടി നിനക്ക് ആവശ്യത്തിലേറെ കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ അവിടുത്തെ വേലക്കാരി ഒന്നും അല്ല, ഇപ്പം നീ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്, അത് മറന്നു പോകരുത്, ഇപ്പം നമ്മൾ ഒറ്റ ഫാമിലിയാണ് എന്നൊക്കെ പറയുമ്പം അലീന അതല്ലെന്നേ, ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം എടുക്കുമ്പം ആൾക്കാരൊക്കെ പറയില്ലേ എനിക്ക് അഹങ്കാരമായി എന്ന് പറയുകയല്ലേ എന്ന് വയ്ക്കും. അന്നേരം മനു വയ്ക്കും, അങ്ങനെ അഹങ്കാരമായി എന്ന് പറയുന്നത് ആരാടി, എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണമോൾ ഒരുപാട് സന്തോഷത്തോടെ സമ്മതിക്കും. അങ്കിളാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ, പിന്നെ കുറ്റം പറയുന്നവർ ശത്രുക്കളല്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുവാണ്. അന്നേരം അലീനയ്ക്കൊരു കൺഫ്യൂഷനാണ്, ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പം അങ്ങനെ അങ്കിളിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച് വിടുകയുള്ളൂ, അല്ലാതെ അങ്കിളിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുവാണ്. എന്നാലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക പിന്നെ അലീന. അന്നേരം മനു പറയുന്നുണ്ട് പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല, ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. അലീനയ്ക്ക് സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ സന്തോഷമുണ്ട്, എങ്കിലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മനു ആണെങ്കിൽ അതിന് ശേഷവും കട്ടിലേക്ക് കിടന്ന് അലീനയെക്കുറിച്ച് ഓർത്ത് കുറച്ച് പ്രണയമൊക്കെ നൂർന്ന് കിടക്കുന്നു. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീനയ്ക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ, അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. അത് കഴിഞ്ഞാൽ കടക്കാരനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആ വൃദ്ധസാധനത്തിലേക്കാണ് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്നെ എന്ന് പറയും. അങ്ങോട്ടാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ഓട്ടോ വിളിച്ച് തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ ഓട്ടോ വിളിക്കും. കാരൻ വന്നു കഴിയുമ്പം ആ കടക്കാരൻ തന്നെ പറയുന്നുണ്ട്, എടാ ഈ സാധനങ്ങളെല്ലാം നീ ഓട്ടോയിലൊന്ന് ആ കൂടാരത്തിലേക്കൊന്ന് കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെ ഇത് ചരക്ക് വണ്ടിയല്ല, ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് എന്ന് പറയുമ്പം എടാ ആ വൃദ്ധസദനത്തിലേക്കാണ്, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുകയെന്ന് പറയും. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം നിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പെങ്കൊച്ച് തന്നെ പറഞ്ഞിട്ടാണ് എന്ന് പറയും. അന്നേരം ഓ ആണോ, എന്നാൽ കയറ്റി വയ്ക്കുക, കൊണ്ടുപോകാം എന്ന് പറയും. അങ്ങനെ എല്ലാം എടുത്തു വയ്ക്കുവാണ്. അലീന തന്നെ എല്ലാം എടുത്തു വയ്ക്കുന്നത് കാണുമ്പം ആ കടക്കാരൻ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നോക്കി ഒന്ന് സഹായിക്കടാ എന്ന്. അങ്ങനെ അങ്ങേരോട് സഹായിച്ച് സാധനങ്ങളെല്ലാം എടുത്തു വെക്കും. വെച്ച് കഴിയുമ്പോൾ അലീന ചോദിക്കും എത്ര രൂപ തന്നെ അവിടെ വരെ വന്നെങ്കിൽ എന്ന്. അന്നേരം 250 രൂപ എന്ന് പറയുമ്പോൾ അത് കൂടുതലല്ലേ ചേട്ടാ എന്ന് ചോദിക്കുവാണ്. അന്നേരം അവൻ പറയുന്നുണ്ട് ഇവിടുന്ന് സാധനങ്ങളെല്ലാം കയറ്റാൻ ഞാൻ സഹായിച്ചു, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇറക്കാനും സഹായിക്കണം, അങ്ങനെ കൂലിയും ഇറക്ക് കൂലിയും യാത്രാ ചെലവും എല്ലാം കൂടെ അത്രയും ആകുമെന്ന് പറയുവാണ്. കുറയില്ലേ എന്ന് ചോദിക്കുമ്പം 10 രൂപ പോലും കുറയില്ല എന്ന് പറയും. വേറെ നിവൃത്തിയില്ലല്ലോ, കയറ്റി വെച്ച് പോലും ഇല്ല, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറയുവാണ് അലീന. അങ്ങനെ വണ്ടിയെ കയറി പോകാൻ തുടങ്ങുമ്പോഴും അങ്ങേര് പറയുന്നുണ്ട് അങ്ങോട്ടുള്ള വഴി അല്പം മോശമാണ് എന്ന്. അന്നേരം ആയിക്കോട്ടെ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഇപ്പോഴും ഞാൻ കൂലി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് എന്ന് അങ്ങേര് പറയുന്നു. അലീന വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ് ആ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയും കൃഷ്ണമോളെയാണ്. അവർ രണ്ടുപേരൂടെ വൈജയന്തിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ്. ഹോസ്പിറ്റലിൽ വരുന്നത് വൈജയന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് നിനക്ക് ഇന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്നോ, പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ട്യൂഷൻ ഇന്ന് ഞാൻ പോയില്ല, അച്ഛൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു അമ്മയെ കാണാനായിട്ട് എന്ന് പറയും. അന്നേരം എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്, അവിടെ ഒരുത്തേ നിനക്ക് കാണാനുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ കണ്ട് ഞാൻ മടുത്തു, ഇന്ന് ഇവിടെ കാണാനാ ഒരു രസം, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ കണ്ട് രസിക്കടി, എന്നെ ഈ പരുവത്തിനാക്കിയ എല്ലാവരും കണ്ട് രസിക്കുക എന്ന് പറയുമ്പം കൃഷ്ണമോൾ ഇങ്ങനെ പറയുക അമ്മയ്ക്ക് എത്ര കിട്ടിയാലും അമ്മ നന്നാവില്ല, ഈ സംസാരത്തിന് മാറ്റവും വരികയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയുവാണ് 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു, ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്നേ ഉള്ളൂ, അങ്ങനെ പോരുവാണെങ്കിൽ ഹോം നേഴ്സായിട്ട് അലീനെ വെക്കാം എന്നിങ്ങനെ പറയുമ്പം ഹോം നേഴ്സായിട്ട് അലീനയോ, അവളെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചേക്കരുത്, പിന്നെ ഏത് വീട്ടിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് വയ്ക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ഏതായാലും ആ വീട്ടിലോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ സ്വന്തം ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ വൈജയന്തി പറയുന്നുണ്ട്
പറയുന്നുണ്ട് ഇനി തൊട്ട് എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വന്ന് നിൽക്കുകയൊന്നും വേണ്ട, ഞാൻ അതിനും ഒരു ഹോം നേഴ്സിനെ വെച്ചോളാം എന്ന് പറയുമ്പം അതും വളരെ സന്തോഷം എന്ന് പറയുവാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേ എന്ന് പറയും. എന്നിട്ട് ആ ഒരു കവറെടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതേ എൻ്റെ ആങ്ങളമാരുടെ കൈ കൊടുത്തായിരുന്നല്ലോ എന്നെ ചികിത്സിച്ചതിൻ്റെ ബില്ല്, അതിൽ കൊടുത്തേക്കുന്ന പൈസ അതേപോലെ തന്നെ ആ ചെക്കിൽ എഴുതിയിട്ടുണ്ട്, അത് എഴുതിയെടുക്കുക എന്ന് പറയുവാണ്. അന്നേരവും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ പൈസ നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നില്ലെങ്കിൽ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പൈസ തരാമെന്ന് വിചാരിച്ചത്, ഇനി എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണക്ക് തീർന്നിട്ടില്ലല്ലോ വൈജയന്തി, നിനക്ക് വേണ്ടി ഇവിടെ കുറച്ച് ദിവസം ബൈസ്റ്റാൻഡറായിട്ട് നിന്നാണ് സുനന്ദയും സുലോചനയും, അവർക്ക് രണ്ടുപേർക്കും ഒരു 25,000 രൂപ വെച്ച് കൊടുക്കണം, പിന്നെ ഗോവർദ്ധനും കൊടുക്കണം, കാരണം അയാളല്ലേ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് ഓടിയത്, അയാൾക്കും കൊടുക്കണം എന്ന് പറയുമ്പം എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം, എല്ലാവരുടെയും കണക്ക് ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറയുമ്പം നീ എൻ്റെ കണക്ക് തീർക്കാനോ, അതിന് നീ ഒരു 6 ജന്മം എടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഏതായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലേക്കല്ല വരാൻ പോകുന്നത്, ഞാൻ ഫാമിലി കോർട്ടിലേക്കാണ് പോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ അതും നല്ല കാര്യം, അതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല, ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോൾക്ക് ആകെ വിഷമമാകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് അമ്മയുടെ അഹങ്കാരം കുറയില്ല എന്ന് കൃഷ്ണമോൾക്ക് അറിയാവുന്നതുകൊണ്ട് കൃഷ്ണമോളൊന്നും പ്രതികരിക്കുന്നില്ല. കേട്ട് നിന്നിട്ട് ബാലേന്ദ്രൻ്റെ കൂടെ ഇറങ്ങിപ്പോരുന്നു. വിജയഭാവത്തിൽ അവിടെ കിടക്കുന്നുണ്ട് വൈജയന്തി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ സ്നേഹക്കൂടാരത്തിൽ കൊണ്ട് സാധനങ്ങളെല്ലാം ഇറക്കി കഴിയുമ്പം അലീനയുടെ സ്വഭാവമല്ലേ, അലീന അതിൻ്റെ അകത്തും പിശുക്ക് കാണിക്കും. പൈസ കൊടുക്കുമ്പം അന്നേരം അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ പിശുക്കരുത് വെച്ച്, നിങ്ങളൊക്കെ കോടീശ്വരന്മാരല്ലേ എന്നിങ്ങനെ ചോദിക്കുക. എന്നാൽ അലീന പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ ജോലിക്ക് വന്ന പെൺകുട്ടിയാണ്, അല്ലാതെ ഞാൻ കോടീശ്വരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഇനി ഇതുപോലുള്ള എന്തോട്ടം വന്നാലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കാർഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. പിന്നെ മനുവിനെ കാണിക്കുന്നുണ്ട്. മനുവും അലീനയും കൂടി റെഡിയായി അവർ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. അലീന ഒരു പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാൻ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഏതായാലും വഴിയിൽ വണ്ടി നിർത്തി അലീനയുടെ കൈ പിടിച്ച് ഒരു കരിക്കൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് മനു പോകുന്നതും ഒരുപാട് ഇഷ്ടത്തോടു കൂടി കരിക്ക് മേടിച്ചു കൊടുക്കുന്നതും രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്.